നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 വർഷത്തെ മാർച്ച് മാസത്തിലെ 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു പോകണമെന്നും ഇവർക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടാകുമെന്നും ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നും ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ തിരുവാതിര നക്ഷത്രക്കാരോട് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വളരെയധികം വേണ്ട ഒരു സമയമാണ്. ഈശ്വരനെ വിട്ടുള്ള ഒരു കളിയും നിങ്ങൾ കളിക്കരുത്. അത് വളരെ അപകടം നിറഞ്ഞൊരു കളിയായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ശത്രുശല്യം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ശത്രുക്കളെ കൊണ്ട് നിങ്ങൾക്ക് ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ദൈവാനുഗ്രഹം കൊണ്ട് ചില അദൃശ്യ ശക്തികളുടെ ഇടപെടൽ മൂലം ഇതൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരാൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം കരുതിയിരിക്കണം. നമ്മളുടെ ജാതകപ്രകാരമൊക്കെ നമ്മൾക്ക് വളരെ നല്ല സമയമാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണേറ്, ശത്രുദോഷം ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ്. അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം പ്രാർത്ഥനയാണ്. ശിവഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കാളിദേവിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ തിരുവാതിര നക്ഷത്രക്കാര് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ സമയങ്ങളിൽ കൂടുതൽ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതിൽ അടിമപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു കണക്ക് വയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിലും വിദ്യാർത്ഥികളെല്ലാം നന്നായിട്ട് പരിശ്രമിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങൾ ഈ സമയങ്ങളിൽ എന്തോ ഒരു അലസത മനോഭാവം നിങ്ങൾ കാണിക്കുന്നുണ്ട്. അത് പാടില്ല. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ സമയങ്ങളിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ സമയത്തൊക്കെ കടന്നു പോകുന്ന വിദ്യാഭ്യാസ കാര്യത്തില്. സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനത്തിനൊക്കെ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ ഉദാസീനത കൊണ്ട് മാറിപ്പോകാൻ സാധ്യതയുമുണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയങ്ങളിൽ വാഹനങ്ങളുടെ ക്രയവിക്രയങ്ങളൊന്നും നടത്താതിരിക്കുന്നതാണ് നല്ലത്. വാഹനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിൽ ചെറിയ നഷ്ടമൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ജോലിപരമായിട്ട്, തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് വളരെ നേട്ടമാണ് കാണുന്നത്. തൊഴിൽ തേടുന്നവർക്കൊക്കെ തൊഴിലിൽ വളരെ മുന്നേറ്റം കാണുന്നുണ്ട്. നല്ല ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട്. വിദേശത്തുള്ളവർക്കും വിദേശത്ത് പോകാനുള്ളവർക്കുമാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത്. തൊഴിലിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് കാണുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയിലും ഇച്ചിരി മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ സാമ്പത്തികം വരുന്നതോടെ നിങ്ങൾ അത് ദൂർത്ത് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ മാർച്ച് 1 മുതൽ 15 വരെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രശസ്തിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ വളരെ ഒന്ന് ശ്രദ്ധിക്കണം. ചില കിംവദന്തികളൊക്കെ നിങ്ങൾക്കെതിരെ ഒന്ന് വരാൻ സാധ്യതയുണ്ട്. പരദൂഷണം എന്നൊക്കെ നമ്മൾക്ക് പറയാൻ കഴിയുന്നതാണ്. നിങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട്. പലരും നിങ്ങളുടെ മാർഗം തടസ്സപ്പെടുത്തി മുന്നിലേക്ക് വന്നേക്കാം. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നവരൊക്കെ പെട്ടെന്ന് മറുചേരിയിലേക്ക് ചേരുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. എങ്കിലും അത് നിങ്ങൾ തരണം ചെയ്യുന്നതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ തരണം ചെയ്യുന്നതാണ്. 10-ാം തീയതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഭാഗ്യമൊക്കെ വന്നു തുടങ്ങുന്നതാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ബിസിനസ്സൊക്കെ ലക്ഷ്യം കാണുന്നതാണ്. സമ്പത്തൊക്കെ വർദ്ധിക്കുന്നതാണ്. ശത്രുശല്യം മൂലം നിങ്ങൾ വിഷമിച്ചിരുന്ന ശത്രുക്കളൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരിൽ വിജയം നേടാനും ഒക്കെ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ഈ 15 ദിവസങ്ങൾക്ക് ഇടയിൽ നിങ്ങൾ രണ്ട് കാലഘട്ടങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടുള്ള ചില കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയും വളരെ സന്തോഷമുള്ള അനുഭവങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. 10-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സമയമാണ്. ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ വളരെ നന്നായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിള്ളലുകളൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. കോടതി കേസുകളിലൊക്കെ വിജയം ഉണ്ടാവുന്നുണ്ട്. വസ്തുതർക്കങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് കാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ ഈ മാർച്ച് 10-ാം തീയതിക്ക് ശേഷം മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്കെന്നും തലവേദനയായി തീർന്നിരുന്ന ചില കാര്യങ്ങളൊക്കെ അത് എന്നേക്കുമായിട്ട്
ഇല്ലാതായി പോകുന്നതാണ്. അതിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാനുള്ള വകയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സമ്മിശ്ര ഫലമാണ്, ഗുണവും ദോഷവും ഒരുപോലെ വരുന്നുണ്ട്. എങ്കിലും ഈ ദോഷ സമയമാണ് ആദ്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ മനസ്സ് മടിച്ച് വേദനിച്ച് ഇരിക്കരുത്. ആ സമയത്ത് നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നാം പാതി ദൈവം പാതി എന്ന തത്വത്തിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലമുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യം, നിങ്ങൾ ഒരുപാട് ലക്ഷാർച്ചനകളൊക്കെ നടത്തുന്നതിലുമൊക്കെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അന്നദാനം നടത്തുക, വസ്ത്രദാനം നടത്തുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമ്പോൾ വളരെ നല്ലതാണ്. എന്നാൽ ആർക്കെങ്കിലുമല്ല, ഇത് വാങ്ങാൻ പാങ്ങില്ലാത്ത ആളുകൾക്കാണ് നിങ്ങൾ നൽകേണ്ടത്. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. നമ്മളുടെ പല പാപങ്ങളും ഇതിലൂടെ മാറുന്നതാണ്. ഇനിയും ഇത് കേൾക്കുന്ന ആളുകൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് കണ്ടറിഞ്ഞ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.